ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം. വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് NDA പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്തു. ശരത്ലാൽ ചേർന്നു വിവരങ്ങളുമായി. ശരത്ലാൽ, ഏതായാലും നരേന്ദ്രമോദിയെ ഈ വിഷയത്തിൽ അനുമോദിച്ചിരിക്കുകയാണ് പാർലമെന്ററി പാർട്ടി ഓപ്പറേഷൻ സിന്ദൂറിൽ. അപ്പോഴും രാജ്യസഭയിൽ വലിയ പ്രതിഷേധം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പാർലമെന്റിൽ വലിയ പ്രതിഷേധങ്ങൾ വിവിധ വിഷയങ്ങളിൽ ഉയർന്ന സാഹചര്യം ഉണ്ട്. എന്തൊക്കെയാണ് പൊതുവിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ലക്ഷ്മി. പാർലമെന്റിൽ ഇന്ന് പതിവിന് വിപരീതമായിട്ടാണ് BJP NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് 9:30 മണിക്ക് വിളിച്ചു ചേർത്തത്. പ്രധാനമായി രണ്ട് അജണ്ട മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ്, ഈ രണ്ട് ഓപ്പറേഷനിലും പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്ന പ്രമേയം പാസ്സാക്കുക. അതേപോലെ തന്നെ വളരെ പ്രതിപക്ഷത്തിൻ്റെ ബഹളം ലോക്സഭയും രാജ്യസഭയും തടസ്സപ്പെടുത്തുന്ന ഇലക്ഷൻ കമ്മീഷനെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രതിഷേധിച്ചുള്ള ഒരു പ്രമേയം. ഈ രണ്ട് പ്രമേയങ്ങളാണ് NDA യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഏതായാലും പ്രധാനമന്ത്രിയെ വളരെ വലിയ ഒരു ആദരവാണ് പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് NDA യോഗം. BJP അല്ല, NDA ഉണ്ട് ലക്ഷ്മി. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൊണ്ടാണ് NDA തന്നെ പ്രമേയം പാസ്സാക്കിയത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു, ലോങ്ങസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായി സേവനമനുഷ്ഠിച്ച റെക്കോർഡാണ് ഇപ്പോൾ അമിത്ഷാക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമിത്ഷായെ അഭിനന്ദിക്കാനും യോഗത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അമിത്ഷായാണ് ഇന്ത്യയിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലത്ത് അധികാരത്തിലിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അതും വളരെ അമിത്ഷായും യോഗത്തിൽ അഭിനന്ദിച്ചു. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിലും ലോക്സഭയിലും നടത്തുന്ന ബഹളങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി യോഗത്തിൽ പരാമർശിച്ചു. പ്രതിപക്ഷ കെണിയിൽ വീഴരുത്, അവർ ബഹളം കൂട്ടട്ടെ എന്നാണ് ഒരു നിർദ്ദേശം പോലെ, ഒരു തമാശ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പോലെ പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. പിന്നെ പ്രധാനമായും തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ബീഹാർ അതേപോലെ ഉപരാഷ്ട്രീയ തെരഞ്ഞെടുപ്പും സംബന്ധിച്ചും പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു എന്നാണ് നമുക്ക് NDAയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും പാർലമെന്റിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ്. രാജ്യസഭയിലും ലോക്സഭയിലും ചോദ്യോത്തര വേളയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് രാജ്യസഭയിലും അതേപോലെ ലോക്സഭയിലും പ്രതിപക്ഷ MPമാർ. ലക്ഷ്മി, ശരത്ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന്.